ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അംബര പവിത്രൻ. എൻ്റെ അച്ഛൻ ചെറുപ്പത്തിലെ ബോംബെയിലായിരുന്നു. 6 മക്കളിൽ 3ാമത്തെ മകളായ ഞാനാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും അമ്മയ്ക്കൊപ്പം നിന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരെക്കാളും കൂടുതൽ കാര്യപ്രാപ്തി എല്ലാ കാര്യങ്ങൾക്കും എനിക്കുണ്ടായിരുന്നു. 1985 എൻ്റെ വിവാഹം കഴിഞ്ഞു. അന്നു മുതൽ എനിക്ക് എവിടെയും പോകാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാതായി. എന്നെ കൂട്ടിലടച്ച ഒരു കിളിയെ പോലെ എല്ലാ കാര്യങ്ങളും തന്ന് നോക്കി ചേട്ടൻ. അത് ചേട്ടൻ്റെ സ്നേഹക്കൂടുതൽ കൊണ്ടായിരിക്കാം. പുറത്തെങ്ങും പോകരുതെന്ന് പറഞ്ഞു. പക്ഷേ 1989 ഞാൻ ഖത്തറിൽ വന്നു. 2 കുട്ടികളായിട്ടാണ് വന്നത്, എൻ്റെ 2 മക്കൾ. ഞാൻ ഇവിടെ വന്നപ്പോഴും ഞാൻ ഫാർമസിസ്റ്റായിട്ട് പോലും എന്നെ ജോലിക്ക് വിടാതെ 4 ചുമരുകൾക്കുള്ളിൽ അടച്ചിട്ടിരുന്നു. പക്ഷേ ഇൻ്റർനെറ്റിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും കടന്നുവരവോടെയാണ് ഞാൻ എൻ്റെ 4 ചുമരുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഞാൻ ചിറക് വിരിച്ച് പറക്കാൻ തുടങ്ങിയത്. അത് കൃഷി ഗ്രൂപ്പിലൂടെയായിരുന്നു. എൻ്റെ ഫ്രണ്ട്സും ഞാനും കൂടി ഒരു അടുക്കളത്തോട്ടം എന്ന ഗ്രൂപ്പ് തുടങ്ങി. 2 ലക്ഷത്തിലധികം അംഗങ്ങൾ അതിലുണ്ടായിരുന്നു. വേൾഡ് വൈഡ് ആയിരുന്നു ആ ഗ്രൂപ്പ്. ദുബായിലുള്ളവർ അവിടെ ഒരു അടുക്കളത്തോട്ടം തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി. അത് ഉദ്ഘാടനം കഴിഞ്ഞ് വന്നു. അതിനുശേഷം ഖത്തറിലും അടുക്കളത്തോട്ടം തുടങ്ങി. ഷഹാനിയയിൽ ഖത്തറിൽ ആദ്യമായി നെല്ലുണ്ടാക്കിക്കൊണ്ട് ഞങ്ങൾ ഒരു ചരിത്രം സൃഷ്ടിച്ചു. അതോടെ ഞാൻ ലോകമെങ്ങും അറിയപ്പെട്ടു. പിന്നെ എന്നോടൊപ്പം ഇവിടുത്തെ കൃഷി സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരിപ്പോഴുണ്ട്. 11 വർഷമായിട്ട് ഇവിടെ ഇന്ത്യൻ എംബസി രജിസ്റ്റേർഡ് ഒരു ഗ്രൂപ്പുണ്ട്. കൃഷി എന്നത് നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണ്. വിഷമയമായ ഭക്ഷണമാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. പച്ചക്കറികൾ വിഷമയമില്ലാത്തത് സ്വന്തമായി വീട്ടിലുണ്ടാക്കി കഴിക്കണം. ജൈവ കൃഷി എല്ലാവരും ചെയ്യണം. കൃഷിയിലൂടെ നമുക്ക് ആരോഗ്യം, ആഹാരം, ആനന്ദം, ആദായം, അങ്ങനെ 4 ഗുണങ്ങളുണ്ട്. എല്ലാവരും കൃഷി ചെയ്യുക. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്മ നിറഞ്ഞ മനസ്സും സമൂഹത്തിന് നന്മ ചെയ്യുകയും സ്നേഹവും ദയയും കരുണയും ഉള്ള ഒരു സമൂഹത്തെ നമുക്ക് മുന്നിൽ കണ്ടുകൊണ്ട് കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കാം. ഞാൻ സൂപ്പറാണ് 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 എന്നുറക്കെ വിളിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ ആരും കേൾക്കാനുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഖത്തറിലെ വിമൻസ് ക്ലബ് അംഗങ്ങൾ എൻ്റെ ശബ്ദം ഉറക്കെ കേൾക്കുന്നു. നന്ദി, നമസ്കാരം.